ജിത്തു മാധവൻ്റെ ആവേശം. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ ഒരു വൈബിൽ ഇരുന്ന് ഇങ്ങനെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ആവേശം എന്ന് പറയുന്നത്. ഭയങ്കര കഥയോ ഭയങ്കര കഥാതന്തോ ഇമോഷണൽ സാധനമോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഭീകര സ്റ്റോറിയൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മളിങ്ങനെ ഒരു രസത്തിൽ എന്താ പറയുക, നമ്മളിങ്ങനെ സ്ക്രീനിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഒരു രസത്തിൽ ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ആവേശം എന്ന് പറയുന്നത്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ആവേശം. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കണ്ടു. വർഷങ്ങൾക്ക് ശേഷം വേറൊരു ജോൺറയാണ്, അതെനിക്കിഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഞാനിതിൻ്റെ ട്രെയിലറൊന്നും കാണാണ്ട് പോയി കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ആവേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രസമുള്ളൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ കണ്ടപ്പോൾ. ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് നല്ല രസത്തിൽ ഇങ്ങനെ കാണുമല്ലോ, എനിക്ക് അത് കൃത്യമായിട്ട് ഫീൽ ചെയ്തു. ഒരു വൈബിലിരുന്ന് ഇങ്ങനെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ഈ ആവേശം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, നമുക്ക് രംഗ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് എന്നുള്ള ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ വന്ന് എന്താ പറയുക, രംഗനെ എസ്റ്റാബ്ലിഷ് ചെയ്യില്ല ചെയ്യുന്നത്. രംഗൻ വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ രംഗൻ എങ്ങനെ ഗാങ്സ്റ്ററായി എന്ന് പറയുന്നതൊക്കെ ഈ പറയുന്നത് കള്ളാണോ ഇത് തള്ളാണോ എന്നുള്ള ലെവലിലാണ് ഈ രംഗനെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നല്ല രസമായിരുന്നു. അത് ആ പടം നിങ്ങൾ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും രംഗനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നത്. അതായത് നമ്മുടെ രോമാഞ്ചത്തിലെ മറ്റേ പുള്ളി ഉണ്ടല്ലോ, പുള്ളീൻ്റെ പേര് സജിൻ ഗോപു ആണ് ആ സ്റ്റോറി പറയുന്നത്. സജിൻ ഗോപുവിനെ കുറിച്ച് പറയണം കേട്ടോ. രംഗ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ അന്യായമായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സജിൻ ഗോപു എന്ന് പറയുന്ന ആ ക്യാരക്ടർ, സജിൻ ഗോപു ചെയ്തിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ രംഗനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഭയങ്കര രസമാണ്. ആ സിനിമേൻ്റെ എന്താ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ റിവീൽ ആവുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും. അപ്പോൾ ആ രീതിയിൽ കോമഡി ട്രാക്കിലൂടെ എന്ന വില്ലനിസം ഉള്ള എന്താ പറയുക, ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഒരു കോമഡി ട്രാക്കിലൂടെ നമ്മളിങ്ങനെ രസത്തിലിരുന്ന് ഇങ്ങനെ കാണുന്ന തരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം എനിക്കിതിനകത്ത് തോന്നിയത് ഷമ്മി ഉണ്ടല്ലോ, കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മീൻ്റെ ബ്രാൻഡൊക്കെ ഒന്ന് കുറച്ച് മാറിയിട്ട് ആൾക്കാരോട് നന്നായിട്ട് സംസാരിക്കുന്ന ഷമ്മി. അതിനകത്ത് അധികം സംസാരിക്കുന്നില്ല ഷമ്മി അല്ലേ, പക്ഷേ ഇതിനകത്ത് ഷമ്മി നല്ലോണം സംസാരിക്കും, എല്ലാവരായിട്ടും കമ്പനിയാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഷമ്മി ബ്രാൻഡ് മാറി ഒന്ന് ഗാങ്സ്റ്റർ ആയാലും എങ്ങനെ ഉണ്ടാവും, ഒരു ബെഗിളി പിടിച്ച ഒരു മനുഷ്യനായാലും എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ഫാസിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അത് നല്ല കൃത്യമായിട്ട് കൺവേ ആവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഴിഞ്ഞാണ് അടുത്തൊരു നമ്മളിങ്ങനെ നുളയ്ക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലാണ് ഇതിനകത്ത് ഫാദ് ചെയ്തിട്ടുള്ളത്. അത് നല്ല രസമുണ്ടായിരുന്നു, നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കന്നഡക്കാരൻ മലയാളം പറയുന്ന രീതി അതൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് അത് പിടിച്ചെന്നെ പുള്ളിക്കാരൻ പോയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ പടത്തിൽ എന്നെ എക്സൈറ്റ് ചെയ്ത മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഫൈറ്റാണ്. ഇതിനകത്തുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ചില എലമെൻറ്റുകൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ കൂടെ ഇതിനകത്തുള്ള ഫൈറ്റ് നമ്മളിങ്ങനെ എപ്പോഴാണ് രംഗനെ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുവന്ന് വെച്ച് നമുക്കറിയാം രംഗ എന്ന് പറയുന്നത് മാസാണ്, രംഗ നല്ല ഫൈറ്റാണെന്നൊക്കെയുള്ള നമുക്കറിയാം. പക്ഷെ അത് എവിടെയാണത് സംഭവിക്കാൻ പോകുന്നത്, എപ്പോഴാണത് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംഭവമുണ്ട്. അതിനാ കൊണ്ടുവന്ന് രംഗൻ്റെ ഫൈറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ചാണ്, വേറെ രസത്തിലാണ്. നമ്മളിങ്ങനെ കൊതിപ്പിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ നമ്മളൊരു മൊബൈലൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ അത് അവസാനം കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു രംഗൻ്റെ ഫൈറ്റ് വരുന്ന സമയത്ത് കിട്ടിയത് എന്നുള്ളതാണ്. പിന്നെ എന്താണ് കോമഡി, അന്യായ കോമഡിയുണ്ട് എൻ്റെ മോനെ മക്കളെ. എന്താ പറയുക, ചിരിച്ച് മനുഷ്യൻ്റെ ഒരു വിധത്തിലായി. ഭയങ്കര സംഭവം എന്താ പറയുക, ഭയങ്കര വേറെ റേഞ്ച് സീനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചില കോമഡി വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. നമ്മുടെ എന്താ പറയുക, സജിൻ ഗോപു ചെയ്ത ആ ക്യാരക്ടർ ഭയങ്കര ആ ക്ലൈമാക്സിലൊക്കെ കുറച്ച് ഭയങ്കര വയലൻസ് എന്ന് പറയാൻ പറ്റില്ല, അത്തരം സീനുകളൊക്കെ വരുന്നിടത്ത് ഗോപുവിൻ്റെ ചില നൃത്തങ്ങൾ, വെറുതെ ഇങ്ങനെ നിൽക്കുന്ന ചില നൃത്തങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ അന്യായ കോമഡിയാണ്. ആ സമയത്തൊക്കെ മാരക ചിരിയായിരുന്നു തിയേറ്ററിൽ എന്ന് പറയാം. അങ്ങനെ തിയേറ്ററിൽ ചിരിച്ച് കൈയടിച്ച് ആർത്ത് വിളിച്ച് കണ്ട ഒരു സിനിമയായിരുന്നു ഈ ആവേശം എന്ന് പറയുന്നത്. ഞാനൊരു വലിയൊരു തിയേറ്ററിലാണ് പോയത്, ഒരുപാട് ക്രൗഡുള്ള വലിയൊരു തിയേറ്ററിലാണ് പോയത്. തിയേറ്റർ നിറഞ്ഞിരിക്കുന്നത്, ഞാൻ ആലുവ മാതാ തിയേറ്ററിലാണ് പോയത്. അങ്ങനെ തിയേറ്റർ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന് കാണാൻ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഒരു വൈബിലാണ് നമ്മൾ ആ പടം കണ്ട് ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഹിപ്സ്റ്റർ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫെയിമാണ് ഈ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അവനെ കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഒരു പയ്യനുണ്ട്, അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, അവൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രോമാഞ്ചത്തിൻ്റെ ഡയറക്ടറാണ് ജിത്തു. അപ്പോൾ അതിനകത്ത് നമ്മുടെ എന്താ പറയുക, അർജുന അശോകൻ ചെയ്യുന്നൊരു ആക്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ ആ ഒരു സംഭവം അത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കൊടുത്ത ക്യാരക്ടറും
അത് പ്ലേസ് ചെയ്തിട്ടുള്ള ഏരിയയും നല്ല രസമായിരുന്നു എന്നുള്ളതാണ്. ആൾക്കാർ അത് ഇട്ടപ്പോൾ തന്നെ ചിരി വന്നു, ചിരി പൊട്ടി എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ബാക്കി ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല കൃത്യമായ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, ഫൈറ്റിനൊക്കെ കോറിയോഗ്രാഫ് ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഫൈറ്റായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. നാടൻ ഫൈറ്റ് അല്ല, കുറച്ചും കൂടെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല രസത്തിലുള്ള ഫൈറ്റാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കൃത്യം പ്ലേസ്മെൻ്റ് ആണ്. ഒരു ഒഴുക്കിൽ ആ കൃത്യം സ്ഥലത്ത് മ്യൂസിക് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ യങ്സ്റ്റേഴ്സിന് ഈ എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമ തന്നെയാണ് ആവേശം. പിന്നെ ഈ പടത്തിൽ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കറിയാം, അതായത് രണ്ട് പിള്ളേർ ലോക്കൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക ഗ്യാങ്സ്റ്ററിനെ സമീപിക്കുന്നതും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവുന്നതുമാണ് ഈ അതിൻ്റെ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കുറേ സംഭവ വികാസങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇവരൊരു ഡേഞ്ചറിലാണ് ചെന്ന് ചാടിയേക്കുന്നത്. അപ്പോൾ ഇത് എന്താ നെക്സ്റ്റ് എന്താണ് അതാവാൻ പോകുന്നത്, അടുത്തതാവാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ആ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അതൊരു വേറെ റേഞ്ചിൽ അവർ സെറ്റ് ചെയ്തേക്കും. നമുക്ക് ചില സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇന്ന രീതിയിൽ അത് സംഭവിച്ചേക്കാം, അപ്പോൾ ഇന്ന രീതിയിൽ അത് ആയേക്കാം എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വരും. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന രീതി എന്ന് പറയുന്നത് വേറെ റേഞ്ച് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഫഹദ് ഫാസിലിനെ റീബ്രാൻഡ് ചെയ്ത് ഫഫ എന്നാണ് ഇപ്പോൾ. അപ്പോൾ ഫഫാനെ എന്താ പറയുക, എൻ്റെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. പാസ്റ്റ് കാണിക്കുന്നിടത്ത് പുള്ളീൻ്റെ ഒരു അറ്റയർ ഉണ്ടല്ലോ, പുള്ളീൻ്റെ ഒരു ഹെയർ സ്റ്റൈല്, പുള്ളീൻ്റെ ഒരു രൂപം കാണിക്കുന്നത് കിണ്ണമായിരുന്നു. എനിക്ക് എന്താ പറയുക, പ്രസന്റിലുള്ള ഫഫ, അതായത് പ്രസന്റിലുള്ള രംഗനെ കാണിക്കുന്നതിനെക്കാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഭയങ്കര ലുക്കായിരുന്നു. നമ്മളിപ്പോൾ ഈ ഹോളിവുഡിലേക്കുള്ള ചില സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ, ആ റേഞ്ചിൽ ലുക്ക് തോന്നിക്കുന്ന ഒരു എന്താ പറയുക അറ്റയർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഔട്ട്ഫിറ്റ് ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രൂപമായിരുന്നു പുള്ളിക്കാരനെ ആ ഒരു പാസ്റ്റിലുള്ളത് കാണിച്ചതെന്നുള്ളത്. ഭയങ്കര രസമായിരുന്നു കാണാൻ. എനിക്ക് ഈ ഫ്യൂച്ചറിലുള്ള എന്താ പറയുക രംഗനെക്കാട്ടി ഇഷ്ടമായത് എന്താ പറയുക പാസ്റ്റിൽ കാണിച്ച രംഗനായിരുന്നു. ഭയങ്കര രസമായിരുന്നു പുള്ളിക്കാരനെ കാണിക്കാൻ. അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ലുക്കും എല്ലാം വേറെ റേഞ്ചാണ്. ഇപ്പം നമ്മളെപ്പോഴും പറയും സ്വാഗ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ, അതൊക്കെ വേറെ റേഞ്ചിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഹൈപ്പർ ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ കൃത്യമായിട്ട് പുള്ളിക്കാരൻ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിട്ടുന്നതായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഒരു ഫ്ലോ, ആ പടത്തിന്റെ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത്, ആ ഫ്ലോനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പം നമ്മൾ വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ചാലി കയറി അതിനൊന്ന് ഒരു ഒഴുക്ക് കൂട്ടുമല്ലോ, അതേപോലെയായിരുന്നു സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്. വേറെ റേഞ്ചിലായിരുന്നു ആ മ്യൂസിക്. വേറെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്രഹ്മയുഗമല്ല സോറി, ഇപ്പൊ ഇതിന് മുന്നേ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിലേക്കുള്ള പോലെ അങ്ങനെയല്ല, ഇത് വേറൊരു ടൈപ്പ് ഓഫ് സാധനമാണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാമറ, സമീർ താഹിറിന്റെ ക്യാമറ വർക്ക് വേറെ റേഞ്ച് ആയിരുന്നു. അത് വേറെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീർ താഹിർ എപ്പോഴും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് അറിയാം. അപ്പോൾ ആ കഥനെ എങ്ങനെയൊക്കെയാണോ ആ കഥ വരുന്നത്, ആ സ്ക്രിപ്റ്റിൽ എങ്ങനെയൊക്കെയാണുള്ളത്, അതിനെ ഒന്നും കൂടെ എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ക്യാമറനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്നുള്ളതാണ്. പിന്നെ ഓവറാൾ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് വന്ന് കയറി എനിക്ക് ഇഷ്ടമായത് ഒരു ഗ്യാങ്സ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഗ്യാങ്സ്റ്ററിന്റെ ഒരു നായിക അല്ലെങ്കിൽ ഗ്യാങ്സ്റ്ററിനെ സ്നേഹിക്കുന്ന ഒരു കാമുകിയൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. പ്യുവർ ഗ്യാങ്സ്റ്റർ എന്താണോ യെസ്, എനിക്ക് അങ്ങനെ ഭാര്യ മക്കളും കുട്ടികളും ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഗ്യാങ്സ്റ്റർ. പിന്നെ പുള്ളിക്കാരന്റെ ഇമോഷനെ കൊണ്ടുവന്ന് വെച്ചതും നന്നായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്തിനാണ് ഇവൻ ഈ 3 സ്റ്റുഡൻസുമായിട്ട് എന്തിനാണ് ഇങ്ങനെ ഇത്രയും കമ്പനി ആയത് എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആ ഇമോഷനൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് കണക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് എന്താ പറയുക പാസ്റ്റിൽ നടന്ന കുറെ ഇൻസിഡന്റും ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഗുണ്ടകൾ വരെ കരയുന്ന ചില സീനൊക്കെ ഭയങ്കര രസമാണ്. കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. അങ്ങനത്തെ കുറെ സീനുകളൊക്കെ ഉള്ള ഒരു കിണ്ണ സിനിമയാണ്. അപ്പൊ നമുക്കിങ്ങനെ വൈബ് അടിച്ച് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ഈ എന്താ പറയാ ആവേശം എന്ന് പറയുന്നത്.